ലോകമെമ്പാടും അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കപ്പെടുന്നു. കേരളത്തിൽ ഇതിനെ നാം ആവേശപൂർവ്വം തൊഴിലാളി ദിനം അഥവാ മെയ് ദിനം എന്ന് വിളിക്കുന്നു. ഇതിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ ചിക്കാഗോയിലാണ് ഈ ദിനത്തിന്റെ തുടക്കം. അന്നത്തെ കാലത്ത് തൊഴിലാളികൾ ഒരു ദിവസം 12 മുതൽ 16 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരുമായിരുന്നു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നതായിരുന്നു തൊഴിലാളികളുടെ മുദ്രാവാക്യം. തങ്ങളുടെ അവകാശങ്ങൾക്കായി സമരം ചെയ്ത തൊഴിലാളികൾക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ പോരാട്ടത്തിന്റെ സ്മരണാർത്ഥമാണ് മെയ് 1 ലോക തൊഴിലാളി ദിനമായി തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി മെയ് ദിനം ആഘോഷിച്ചത് 1923 മെയ് 1 ചെന്നൈയിലാണ്, അന്നത്തെ മദ്രാസ്. ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാന്റെ നേതാവായിരുന്ന മംഗളാപുരം സിംഗാരവേലു ചെട്ടിയാറാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയിൽ ആദ്യമായി ചുവന്ന പതാക ഉയർത്തിയതും ഈ ചടങ്ങിലായിരുന്നു എന്നത് ചരിത്രപരമായ പ്രാധാന്യമുള്ള കാര്യമാണ്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ തൊഴിലാളി ദിനത്തിന് വലിയ സ്ഥാനമുണ്ട്. കേരളത്തിലെ കർഷകർ, കയർ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ തുടങ്ങിയവരുടെ വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ചുവപ്പ് വസ്ത്രങ്ങൾ ധരിച്ചുള്ള പ്രകടനങ്ങൾ, അനുസ്മരണ യോഗങ്ങൾ, ലാൽ സലാം വിളികൾ എന്നിവ കേരളത്തിലെ മെയ് ദിന കാഴ്ചകളാണ്. ഈ ആധുനിക കാലത്ത് 8 മണിക്കൂർ ജോലി എന്ന ലക്ഷ്യം കൈവരിച്ചെങ്കിലും പുതിയ കാലത്തെ തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. ഗിഗ് വർക്കേഴ്സ്, സൊമാറ്റോ, സെപ്റ്റോ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ സുരക്ഷ. ഇനി അടുത്തതാണ് IT മേഖല. അമിതമായ ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും. ഇനി അസംഘടിത മേഖലയിലേക്ക് വന്നാൽ വീട്ടുജോലിക്കാർ, നിർമ്മാണ തൊഴിലാളികൾ എന്നിവർക്ക് അർഹമായ വേതനവും ഇൻഷുറൻസും ഉറപ്പാക്കൽ. ലോകത്തെ ചലിപ്പിക്കുന്നത് തൊഴിലാളികളുടെ കൈകളാണ്. കേവലം ഒരു അവധി ദിവസം എന്നതിലുപരി ഓരോ തൊഴിലാളിയും തന്റെ അന്തസ്സും അവകാശങ്ങളും തിരിച്ചറിയേണ്ട ദിവസമാണിത്. ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.